അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അന്യപുരുഷൻ്റെയും അന്യ സ്ത്രീയുടെയും മയ്യത്ത് കാണാൻ പറ്റുമോ? പലപ്പോഴും പല നാടുകളിലുമുള്ള വിവാദപരമായ ഒരു വിഷയമാണ്. കാരണം അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളുടെ മയ്യത്ത് കാണുന്നത്, അന്യ സ്ത്രീകൾ അന്യപുരുഷന്മാരുടെ മയ്യത്ത് കാണുന്നത് ഹറാമാണ് എന്നൊരു ധാരണ പലപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വിഷയം, ജീവിത കാലഘട്ടത്തിൽ എന്താണോ നിയമം, ആ നിയമം തന്നെയാണ് മരിച്ചാലും ഉള്ളത്. ഒരു മയ്യത്തിനോട് മോശമായ രൂപത്തിലുള്ള കാഴ്ച, ഒരു ദർശനം ഉണ്ടെങ്കിൽ ഇത് ഹറാമ് തന്നെയാണ്. അത് മയ്യത്ത് എന്നല്ല, ജീവിത കാലഘട്ടത്തിൽ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം മോശമായ രൂപത്തിൽ നോക്കുന്നത് ഹറാമ് തന്നെയാണ്. എന്നാൽ ഔറത്ത് മറച്ച് വളരെ കഫം പുടവൊക്കെ അണിയിച്ച് അസഭ്യമല്ലാത്ത രൂപത്തിൽ മാന്യമായ നിലയിൽ ഒരു മയ്യത്ത് വെച്ച ശേഷം അവിടെ ഒരു അന്യപുരുഷനോ അന്യ സ്ത്രീയോ മയ്യത്ത് കണ്ടു എന്ന് വെച്ചിട്ട് അതൊറ്റടിക്ക് ഹറാം എന്ന വിധി നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഹദീസുകളിലുള്ളത് റസൂലുള്ളാഹിയുടെ സമീപത്ത് അലി റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീയെ നോക്കിയ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞു, അലി അങ്ങനെ തുടരെ നോക്കണ്ട, ഒറ്റ പ്രാവശ്യം വേണമെങ്കിൽ നോക്കാം, വലസ്തലക്കൽ ആഖിറ, രണ്ടാമത്തെ നോക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ മാന്യമായൊരു നോട്ടം, അവിടെ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ മാന്യമായ സ്വാഭാവിക പ്രകൃതിയുള്ള ഒരു നോട്ടം അനുവദനീയമാണ് എന്നുള്ളത് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. എന്നാൽ മോശമായ രൂപത്തിൽ തുടരെ നോക്കുന്ന നോട്ടം സ്ത്രീക്കും പുരുഷനും പാടില്ലാത്തതുമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജീവിത കാലഘട്ടത്തിൽ എന്താണോ നിയമം, അതുതന്നെയാണ് മരണസമയത്തുള്ള നിയമം എന്ന് മനസ്സിലാക്കുക. അന്യപുരുഷന്മാരോ അന്യ സ്ത്രീകളോ മയ്യത്ത് പരസ്പരം കണ്ടു എന്ന് വെച്ചിട്ട് അത് ഹറാം എന്ന ഹുക്കുമ് കൊടുക്കാൻ പറ്റില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇവിടെ മയ്യത്ത് കാണുക എന്നുള്ളത് പുണ്യകർമ്മമായൊരു വിഷയമേ അല്ല. മറിച്ച് മയ്യത്തിനെ പിന്തുടരലും മയ്യത്തിനെ നമസ്കരിക്കലും മയ്യത്തിനെ കബറടക്കലുമാണ് പുണ്യം എന്ന് പറയുന്നത്. മയ്യത്ത് കണ്ടു എന്ന് വെച്ചിട്ട് പ്രത്യേകമായ പ്രതിഫലമില്ല. മയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ അനുഗമിക്കുക, കബറടക്കാൻ കൂടുക, നിസ്കരിക്കാൻ കൂടുക, ഇതാണ് പ്രതിഫലകരമായ കാര്യം. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത്, ജീവിത കാലഘട്ടത്തിൽ അന്യപുരുഷനും അന്യ സ്ത്രീക്കും തമ്മിൽ നോട്ടത്തിന് എന്ത് നിബന്ധനയുണ്ടോ ആ നിബന്ധന തന്നെയാണ് മരണപ്പെടുമ്പോഴും ഉള്ളത്, മയ്യത്തിന് മുമ്പിലും ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.